ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്റ്റൽ എസെൻഷ്യലിൻ്റെ വീഡിയോ ആണ്. ഹോസ്റ്റലിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ എല്ലാവരും +2 ഒക്കെ കഴിഞ്ഞിട്ട് പുതിയ കോളേജിലോട്ടും ഹോസ്റ്റലിലോട്ടൊക്കെ പോകാൻ വേണ്ടി ഇതൊക്കെ തിരഞ്ഞു നടക്കുന്ന സമയമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് ഞാനും ഇതൊക്കെ തിരഞ്ഞു നടന്നായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഫോണിലോ അല്ലെങ്കിൽ എഴുതി വെക്കോ, എന്തെങ്കിലും ചെയ്യുക. ഫോണിൽ സേവ് ചെയ്തിടോ, എന്തെങ്കിലും ചെയ്താൽ മതി. നമുക്ക് ആദ്യം എന്തൊക്കെ വേണം എന്ന് നമുക്കറിയാമല്ലോ. നമുക്ക് സ്വയമേ അറിയാമല്ലോ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന്. അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ ഡ്രസ്സ് ഓർഗനൈസർ. അത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. എത്രത്തോളം ഡ്രസ്സുണ്ട് അത്രത്തോളം നമ്മൾ ഓർഗനൈസർ വാങ്ങുക. നമ്മൾ കബോർഡിനകത്ത് ഓർഗനൈസറിൽ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്കും അത്രത്തോളം സ്പേസ് കിട്ടും. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഓർഗനൈസർ വാങ്ങുക. അതും നമ്മൾ ഓർഗനൈസറിൽ ഇട്ട് വയ്ക്കുമ്പോഴത്തേക്ക് കബോർഡ് കാണാൻ ഒരു വൃത്തിയാവും. നമുക്ക് കബോർഡിൽ നല്ല സ്ഥലവും കിട്ടും. പിന്നെ നമ്മൾ കബോർഡിലിടാൻ ഒരു ലോക്ക് ആൻഡ് കീ വാങ്ങുക. അത് മസ്റ്റാണ്. ചില ഹോസ്റ്റലുകളിൽ മോഷണമൊക്കെ പോകാൻ ചാൻസുണ്ട്, പൈസയൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ. അതുകൊണ്ട് ഒരു ലോക്ക് ആൻഡ് കീ വാങ്ങാം. നമ്മൾ പൂട്ടി വെക്കാതെ എങ്ങും പോകരുത്. നിങ്ങൾ പൂട്ടി വെക്കാതെ ഒരു സ്ഥലത്തും പോകാൻ പാടില്ല. പിന്നെ ഒരു മേക്കപ്പ് പൗച്ച് വാങ്ങുക. നമ്മൾ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയ പൗച്ച് വാങ്ങുക. കുറച്ച് മേക്കപ്പ് ചെയ്യുന്ന ആളാണെങ്കിൽ ചെറിയ പൗച്ച് വാങ്ങുക. നമുക്കുള്ള മേക്കപ്പ് സാധനം കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ എത്രത്തോളം ഉണ്ട്, അത് എത്രത്തോളം വലിയ പൗച്ചിലാണോ ചെറിയ പൗച്ചിലാണോ വെക്കാൻ കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് വാങ്ങാം. ഒരു ടോയ്ലറ്ററി ബാഗ് വാങ്ങാം. ടോയ്ലറ്ററി ബാഗ് നമുക്ക് ബോഡി വാഷ്, ഷാമ്പു, കണ്ടീഷണർ അതൊക്കെ ഇട്ട് വയ്ക്കാൻ ടോയ്ലറ്ററി ബാഗ് മസ്റ്റാണ്. നമ്മൾ അതൊക്കെ ബോഡി വാഷ്, ഷാമ്പു ഒക്കെ വേറെ വേറെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഈ ടോയ്ലറ്ററി ബാഗ് കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ അതങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ അത് മസ്റ്റാണ്. പിന്നെ ഒരു സ്ലിപ്പർ, 2 സ്ലിപ്പർ വാങ്ങണം. ഒരെണ്ണം റൂമിലിടാനും ഒരെണ്ണം ടോയ്ലറ്റിലിടാനും. റൂമിലിടുന്ന തന്നെ നമ്മൾ ടോയ്ലറ്റിലിട്ടുകൊണ്ട് പോകരുത്. രണ്ടും വേറെ വേറെ വാങ്ങാം. പിന്നെ ഹാങ്ങർ മസ്റ്റാണ്. ഹാങ്ങർ നമുക്ക് യൂണിഫോമൊക്കെ കഴുകിയിട്ട് യൂണിഫോമിൻ്റെ ഷർട്ടൊക്കെ കഴുകിയിട്ട് ഇടാനായാലും കബോർഡിനകത്ത് ഇടാനായാലും എല്ലാം ഹാങ്ങർ വേണം. പിന്നെ ഫുഡ് ബാഗ് സീലിംഗ് അത് നമ്മൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ്. നമ്മളിപ്പോൾ മിച്ചർ, എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ മിച്ചർ ഒരു കവർ ഫുള്ള് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അത് നമ്മൾ തുറന്ന് വെച്ചിരുന്നാൽ അത് കനച്ച് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുഡ് ബാഗ് സീലിങ്ങിൻ്റെ അത് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അത് കനച്ച് പോകത്തുമില്ല, ഒന്നുമില്ല. അത് നമ്മൾ പൊട്ടിച്ച പോലെ ഇങ്ങനെ അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അത് മസ്റ്റാണ്. സിപ്ലോ കവറിൽ നമുക്ക് ക്ലോത്തോ എന്ത് വേണം ഇട്ട് വയ്ക്കാം. ക്ലോത്തോ നട്ട്സോ എന്ത് വേണം ഇട്ട് വയ്ക്കാം. നമ്മളിവിടെ ക്ലോത്ത് ഇട്ട് വയ്ക്കാതെ ഉപയോഗിക്കാറുണ്ട് സിപ്ലോ കവർ. പിന്നെ കോമ്പ് വുഡൻ്റെ കോമ്പാണ് ഹെയറിന് നല്ലത്. കോമ്പ് എടുക്കുക. ടവല്, ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ് അതൊക്കെ എടുക്കുക. ലോണ്ട്രി ക്ലോത്ത് ക്ലിപ്പ് അത് മസ്റ്റാണ്. അത് നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ടിടുമ്പോഴത്തേക്ക് ഹോസ്റ്റലിലൊക്കെ അല്ലേ, വെളിയിലൊക്കെ കൊണ്ടിടുമ്പോഴത്തേക്ക് പറന്നു പോകും. പിന്നെ നമ്മൾ ബാൽക്കണിയിലിട്ടായാലും അത് ചിലപ്പോൾ പറന്ന് താഴോട്ടൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്ലോത്ത് ക്ലിപ്പ് മസ്റ്റാണ്. പിന്നെ ഒരു അംബ്രല്ല നമ്മൾ ചിലപ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പോൾ വെയിലായിരിക്കും. അപ്പോൾ അംബ്രല്ല എടുക്കുക. പിന്നെ ഒരു സ്റ്റഡി ലാമ്പ് നമ്മളിപ്പോൾ റൂമിൽ 4 പേരാണ് ഉള്ളതെങ്കിൽ അതിൽ 2 പേർ ഉറക്കമായിരിക്കും. 2 പേർക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് സ്റ്റഡി ലാമ്പ് വെച്ചിട്ട് പഠിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ മസ്റ്റാണ് ഗായ്സ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നതായിരിക്കും. ബൈ ഗായ്സ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.